ഫീൽഡാണ് കാണുന്നത്. അതായത് ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ. ഒരു ഡൈപോൾ കാരണം അതിൻ്റെ ആക്സിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മളൊരു ഡൈപോൾ വരക്കുന്നു. എന്താണ് ഇത്? -q എന്ന് പറയുന്ന ഒരു ചാർജ്, അതിന് എ എന്ന് പറയുന്ന പോയിന്റ് ആക്കാം. ദെൻ ഒരു 2a ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഒരു +q ചാർജിനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 2a ആണ്. ദെൻ ഈ ഡൈപോൾ കാരണം ഇതിന് ആക്സിയൽ ആയിട്ടുള്ള ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മളൊരു ആക്സിയൽ ലൈന് വരക്കണം. ആക്സിയൽ ലൈന് ഓക്കെ ഇങ്ങനെ വരക്കാം. ദെൻ ഈ ഒരു ആക്സിയൽ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ഡൈപോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് P എടുത്തിരിക്കുന്നു. ദെൻ ഇത് ഈ -qൻ്റെയും +qൻ്റെയും മിഡിലായിട്ടുള്ള ഒരു പോയിന്റ്, ആ ഒരു പോയിന്റ് മുതൽ ഈ പറയുന്ന P വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെടുക്കുന്നു? R എന്നെടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ എന്താ, ഇങ്ങനെയാണ് ഇതിൻ്റെ പിക്ചർ. ദെൻ അടുത്തത് എന്താണ് നമ്മൾ നോക്കുന്നത്? -q കാരണമായിട്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 എത്രയാണ്? എന്തായിരിക്കും? ഈ -q കാരണം എന്താണ് ഉണ്ടാവുക? ഇവിടെ ഒരു പ്ലസ് ആണ്, ഇതൊരു ടെസ്റ്റ് ചാർജ്, പ്ലസ് ചാർജാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മൈനസ് കാരണം എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് ആണുള്ളത്, അപ്പോൾ ഈ മൈനസ് കാരണം എന്താവും? അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മൈനസിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് മൈനസ് കാരണമുള്ള ചാർജ് E1 അനുഭവപ്പെടുന്നത്. ദെൻ +q കാരണമോ? +q കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് അനുഭവപ്പെടും? നേരെ ഓപ്പോസിറ്റ്, കാരണം റിപ്പൽ ചെയ്യും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, +q കാരണം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അനുഭവപ്പെടും E2. ഓക്കെ, ദെൻ അടുത്ത ഈ E1ൻ്റെയും E2ൻ്റെയും ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. E1 അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു -q ചാർജ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു -q ചാർജ് എന്താണെന്ന് നോക്കാം. എന്താണ്? E1 ഡ്യൂ ടു -q ചാർജ് ആണ്. -q ചാർജ് കാരണമായിട്ട് എന്താണ്? E1 എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 × q/r² ആണ്. ആ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് E1 എന്തായിരിക്കും? 1/4πε0 × q എന്താണ്? -q ആണ്, പക്ഷെ നമ്മൾ q എന്ന് തന്നെ കൊടുക്കുന്നു /r². ഇവിടെ r² എന്ത് കൊടുക്കാം? ഈ P മുതൽ ഈ Q വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ വരെ 6, ഇവിടെ നിന്ന് ഇവിടെ വരെ A. അപ്പോൾ 6ഉം Aയും കൂട്ടിയതല്ലേ ഇവിടെ മുതൽ ഇവിടുത്തെ ഡിസ്റ്റൻസ്. കാരണം ഇവിടുത്തെ വരെ 6, ഇവിടെ മുതൽ ഇവിടുത്തെ വരെ Aയും 6ഉം കൂട്ടിയതാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് R എത്രയാണ്? R+A ആയിരിക്കും. R+A, r² എന്നുള്ളതിനാൽ ഒരു സ്ക്വയറും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഡ്യൂ ടു -q ചാർജ്. ദെൻ അടുത്തത് ഡ്യൂ ടു +q ചാർജ് നോക്കാം. +q ചാർജ് കാരണമായിട്ട് എന്താണ് ഉണ്ടായത്? E2 ആണ്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E2 എന്താണ്? 1/4πε0 എന്താണ്? q/ ഈ +qഉം Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ വരെ 6 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ഓർക്കണം? ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ചാൽ P മുതൽ Q വരെയുള്ള കിട്ടുമല്ലോ. അപ്പോൾ എന്താകണം? ഇവിടെയുള്ള 6ൽ നിന്ന് ഇവിടെ നിന്ന് ഉള്ള A കുറക്കണം. അപ്പോൾ R - A എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ R - A എന്താണ്? R - A എന്താണ്? അതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ R - A². ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ 1/4πε0 q/r² ആയിരുന്നു. ഇവിടെ ആറിന് പകരം r+a r - a എന്നും കിട്ടി. ഇതിൽ ഏതായിരിക്കും വലുത്, ഏതായിരിക്കും ചെറുത്? E2 ആയിരിക്കും. അതായത് താഴെ r+a ആണ്, ഇവിടെ r - a ആണ്. അപ്പോൾ ഏതായിരിക്കും ചെറുത്, ഏതായിരിക്കും വലുത്? യെസ്,
E2 ആയിരിക്കും വലുത്. എന്താണ്? E2 ഗ്രേറ്റർ ദാൻ E1 ആണ്. കാരണം എന്താണ്? ഡിനോമിനേറ്ററിലുള്ള സംഖ്യ ചെറുതാവും തോറും എന്ത് ചെയ്യും? കിട്ടുന്ന ആൻസർ എന്താവും? വലുതാവും. ഇവിടെ ഡിനോമിനേറ്റർ ഏതാണ് വലുത്? ഇതാണ് വലുത്. അപ്പോൾ ആൻസർ ചെറുതായിരിക്കും. ഇവിടെ ഡിനോമിനേറ്റർ ചെറുതാണ്, അപ്പോൾ ആൻസർ എന്തായിരിക്കും? വലുതായിരിക്കും. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് കാരണമായിട്ടുള്ള E2 ആണ് എന്ത്? വലുത്. ഡിനോമിനേറ്റർ ചെറുതാണ്, അതുകൊണ്ട് ആൻസർ വലുതായിരിക്കും. അപ്പോൾ E2 ഗ്രേറ്റർ ദാൻ E1 ആണ്. അപ്പോൾ E2 വലുതാണ്, E1 ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് നമുക്ക് E ആണ് കിട്ടേണ്ടത്. E കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറക്കും. ഏതാണ് വലുത്? E2 ആണ്. ചെറുത് E1 ആണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക എന്ന് പറയുമ്പോൾ E2 മൈനസ് E1, E2 മൈനസ് E1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഈ E ആണ്. അതെങ്ങനെ ചെയ്യണം? E2 മൈനസ് E1 ആണ്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? E1ഉം E2ഉം കണ്ടുപിടിച്ചത്. ഇനി E2വിൽ നിന്ന് E1 കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കുറക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് E കിട്ടണമെങ്കിൽ E2 മൈനസ് E1. എന്താണ് E1 എന്ന് പറയുന്നത്? 1/4πε0 q/r+a². E2 is equal to 1/4πε0 q/r-a² ആണ്. അപ്പോൾ E2 മൈനസ് E1 എന്താണ്? E is equal to എന്താണ്? E2 1/4πε0 q/r-a² മൈനസ് എന്താണ്? E1 1/4πε0 q/r+a². ഓക്കെ, ഇത് ദെൻ എന്ത് കിട്ടും? ഇതിൽ നിന്ന് എന്തൊക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം? q/4πε0 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടാം? q/4πε0 കോമൺ ആയിട്ട് എടുത്ത ബാക്കി എന്തൊക്കെ കിട്ടും? 1/r-a² മൈനസ് എന്ത് കിട്ടും? q അല്ല, q കോമൺ ആയിട്ട് എടുത്ത, അപ്പോൾ ബാക്കി 1/r+a² എന്ന് കിട്ടും. ഓക്കെ, ദെൻ ബാക്കി എന്ത് ചെയ്യണം? q/4πε0 ഇത് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? r+a² മൈനസ് എന്ത് കിട്ടും? r-a² ഡിവൈഡഡ് ബൈ r-a² ഇൻറ്റു r+a² എന്ന് കിട്ടും അല്ലേ? ദെൻ ഇനി എന്ത് ചെയ്യണം? ഇതിനെ a+b² ഫോമിലോ a-b² ഫോമിലുമാണ് എന്തുള്ളത്? ഇതുള്ളത്. ഇതോ? ഇതെന്ത് ഫോമിലാണുള്ളത്? അപ്പോൾ അതിനെ നമ്മൾ എന്ത് മാറ്റണം? q/4πε0 ഇൻറ്റു എന്താണ്? a+b² ഫോമിലാക്കിയാൽ എന്താണ് ഉണ്ടാവുക? r+a² എന്നുള്ളത് r² + 2ra + a² + 2ab + b² ഫോമുല ഒക്കെ മാറ്റി മൈനസ് a-b² r² മൈനസ് 2ra + a² എന്നുള്ള ഫോമിലും ആയി. ദെൻ ബാക്കി എന്തായി? ഇതിന് നമുക്ക് എന്താക്കാം? a-b ഇൻറ്റു a+b ഇൻറ്റു a-b ഫോമിലാണുള്ളത്. അതിന് സ്ക്വയർ ഉണ്ടെന്ന് മാത്രം. a+b ഇൻറ്റു a-b എന്താണ്? a-b² ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ ഇപ്പം എന്ത് കിട്ടും? r² മൈനസ് a² ഇട്ടാൽ മതി. കാരണം എന്താണ്? ഇവിടെ a-b ഇൻറ്റു a+b അല്ല, a-b എന്തുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു സ്ക്വയർ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ബാക്കി എന്ത് കിട്ടും? q/4πε0 അടുത്ത് തന്നെ ഉണ്ടാവും. ബാക്കി എന്തുണ്ടാവും? ഇവിടെയുള്ള r² ഇവിടെയുള്ള r² വെട്ടും, പ്ലസും മൈനസും. ഇവിടെയുള്ള a² ഇവിടെയുള്ള a² വെട്ടും, പ്ലസും മൈനസും. കാരണം മൈനസിൻ്റെ പ്ലസ് മൈനസ് ആവും, ഇവിടെ പ്ലസ് ആവും. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ടാവും? 2ra ഉണ്ടാകും
മൈനസ് ബ്രാക്കറ്റ് കോമൺ ആയിട്ട് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുത്താൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും, പ്ലസ് 2RA ഉണ്ടാകും, ഡിവൈഡഡ് ബൈ എന്തുണ്ടാകും, R² - A² ഹോൾ സ്ക്വയർ ഉണ്ടാകും. ഓക്കെ, ഇത് നമുക്ക് എന്താക്കി എടുക്കാം, Q/4πε0 ഇൻറ്റു 2RA + 2RA എന്താണ് 4RA ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ എന്തെടുക്കണം, ഒരു അസംഷൻ എടുക്കണം, R > A എന്ന് വെച്ചാൽ എയേക്കാൾ കുറേ വലുതാണ് എന്ത്, R എന്ന് പറയുന്നത്, മച്ച് ഗ്രേറ്റർ ദാൻ A. ഓക്കെ, ദെൻ R ആണ് വലുത്, A വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, A നമുക്ക് നെഗ്ലിജിബിൾ ആക്കാം, അതായത് A നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ A ഒഴിവാക്കി എന്തുണ്ടാകും, A ഒഴിവാക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ A ഒഴിവാക്കിയ ബാക്കി എന്തുണ്ടാകും, ഇവിടെ R² ഉണ്ടാകും. അപ്പോൾ എന്തുണ്ട്, R², ഇവിടെയുള്ള ഈ സ്ക്വയർ, അപ്പോൾ സ്ക്വയർ ഇട്ട് ദെൻ ബാക്കി എന്തുണ്ടാകും, ഈസ് ഈക്വൽ ടു Q/4πε0 ഇൻറ്റു 4RA ഉണ്ട് ബൈ R² ഹോൾ സ്ക്വയർ എന്താണ്, A⁻m⁴n എന്താണ്, ഇവിടെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 2 × 2 R² ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ R⁴, ദെൻ R⁴ എന്ന് കിട്ടും. ദെൻ എന്ത് ചെയ്യണം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാമെന്ന് നമുക്ക് മുകളിലേക്ക് നോക്കാം. ഇവിടെ വരെ എഴുതിയെടുത്തല്ലോ, ദെൻ അതിന് മുകളിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് പറയണം, ഇവിടെ നിന്ന് എന്തൊക്കെ പോവാം, 4RA/R⁴, ഇതിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു 6 വെട്ടാം, ദെൻ താഴെ നിന്ന് R⁴ നിന്നും ഒരു 6 വെട്ടാം. അപ്പോൾ എന്താവും, അപ്പോൾ ഇവിടെ എന്താവും, ബാക്കി മുകളിൽ എഴുതുന്നുണ്ട്, E ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, Q/4πε0 കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്, ദെൻ 6 വെട്ടി 4A ഉണ്ടാവും ബൈ എന്ത് കിട്ടും, R⁴ നിന്ന് ഒരു 6 പോയാൽ R³ ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, E ഈസ് ഈക്വൽ ടു, പിന്നെ 4നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, 2 × 2 എന്നാക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം, Q ഇൻറ്റു 4ന് നമ്മൾ എന്ത് എഴുതുന്നു, 2 × 2 ഇൻറ്റു ബാക്കി എന്തുണ്ട്, ഒരു A ഉണ്ട് ബൈ 4πε0 R³ ഓക്കെ. ഇനി നമുക്ക് എന്തറിയാം, ഡൈപോൾ മൊമെന്റ് എന്താണ്, ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്, ഡൈപോൾ മൊമെന്റ് വെക്ടർ P ഈസ് ഈക്വൽ ടു എന്താണ്, അതായത് +Q - Q ചാർജിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന്റെയും ഒരു ചാർജിന്റെയും പ്രൊഡക്റ്റ് എന്താണ്, ഡിസ്റ്റൻസ് 2A ഇൻറ്റു ചാർജ് Q, 2A × Q ആണെന്ത്, ഡൈപോൾ മൊമെന്റ് P യുടെ ഇക്വേഷൻ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ E ഈസ് ഈക്വൽ ടു 2A × Q, ഇവിടെ Q 2A. ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്താം, ഈ ഒരു 2നെയും എനെയും ഫസ്റ്റ് ആക്കി എഴുതാം, 2A ഇൻറ്റു എന്തുണ്ട്, ബാക്കി ഒരു Q ഇൻറ്റു ബാക്കി ഇവിടെ ഒരു 2ഉം കൂടി ബാക്കിയുണ്ട് അല്ലേ, 2A × Q ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4πε0 R³ എന്തിനാണ് ഇത് അറേഞ്ച് ചെയ്തത്, 2A × Q ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയാണ്. ഓക്കെ, ദെൻ ഇതെന്ത് കിട്ടും, 2A × Q എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡൈപോൾ മൊമെന്റ് P. അപ്പോൾ ഇതിനെന്ത് കൊടുക്കാം, P എന്ന് കൊടുക്കാം. അപ്പോൾ P × 2 എന്ന് വരും, P × 2 എന്ന് വെച്ചാൽ 2P. ഓക്കെ, 2P എങ്ങനെയാണ്, ഈ 2ഉം 2A × Q എന്നുള്ള അടുത്തുള്ള ഇതിന് എന്ത് നമ്മളെടുത്ത് P എന്നും കൊടുത്തു, 2P ഡിവൈഡഡ് ബൈ 4πε0 R³. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഡ്യൂ ടു എന്താണ്, സോറി, ദ ആക്സിയൽ ലൈനുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇത്. ഇതാണ് E ഈസ് ഈക്വൽ ടു 2P ഡിവൈഡഡ് ബൈ 4πε0 R³. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു
ദ ഡൈപോൾ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഡെറിവേഷൻ ഉള്ളത്. അടുത്തത് ഇക്വറ്റോറിയൽ ലൈന് കാരണമായിട്ട് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കാണാനുണ്ട്. അത് അടുത്ത ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ.